ചോരയ്ക്ക് മാത്രമല്ല, കണ്ണീരിനും ലോകത്ത് എല്ലായിടത്തും ഒരേ നിറമാണുള്ളത്. മനുഷ്യന്റെ കണ്ണീരിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആർക്കാണ് മനസ്സിലാവുക എന്നറിയോ? ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മനുഷ്യന്റെ കണ്ണീരിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആർക്കാണ് മനസ്സിലാവുക എന്നറിയോ? ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ ഒരു സങ്കടം നമ്മൾ ഒരാളോട് പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു സങ്കടം അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിക്കണം, അല്ലെങ്കിൽ അയാൾക്കത് വെറും കഥകൾ മാത്രമായിരിക്കും. മനുഷ്യന്റെ സങ്കടങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. കാരണം നമ്മൾ ഈ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ, അവരൊക്കെ ഏതെങ്കിലും തരത്തില് ഒരു നഷ്ടം ജീവിതത്തിൽ സംഭവിച്ച ആളുകളാണ്. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ, അത് വളരെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമാകാം, സ്നേഹമാകാം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ട് നഷ്ടപ്പെട്ട ആളുകളാവാം. ഇങ്ങനെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ കാണുന്നത്. ആ നഷ്ടങ്ങൾ ഉണ്ടല്ലോ, അത് അവരെവിടെയാണ് തിരയുന്നത് എന്നറിയോ? നമ്മളിലാണ്. അതാണ് ലോകം കണ്ട വലിയ വലിയ മനുഷ്യരൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ഫിലോസഫിക്കൽ വർക്കാണ് ഭഗവത്ഗീത. കൃഷ്ണയുടെ കഥ പറയുന്നു. ഈ കൃഷ്ണ എന്ന് പറയുന്ന ആൾക്കുണ്ടല്ല അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അമ്മയും അച്ഛനും ഉണ്ട്, പക്ഷെ രണ്ടാളും തടവിലാണ്. പിന്നെ വളർത്തുന്നത് വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. ശ്രീബുദ്ധൻ ജനിച്ച സമയത്ത് തന്നെ അമ്മ മരിച്ചുപോയ കുട്ടിയാണ്. ബിൻയാമീൻ എന്ന് കേട്ടിട്ടില്ലേ? യൂസുഫ് പ്രവാചകന്റെ സഹോദരനാണ് ബിൻയാമീൻ. ബിൻയാമീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിൻയമീൻ, ജനിച്ച സമയത്ത് ഉമ്മ മരിച്ച ആള് എന്നാണ്. അതുപോലെയായിരുന്നു ശ്രീബുദ്ധൻ, ജനിച്ച സമയത്ത് അമ്മ മരിച്ചുപോയ ആളാണ്. ലോകം കണ്ട വലിയ വലിയ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും തരത്തിൽ വളരെ പ്രിയപ്പെട്ട ചിലരെ നഷ്ടപ്പെട്ട ആളുകളാ. ഹബീബായ റസൂലിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങള്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്. ചെറിയ ദുഃഖമാണത്. അവർക്ക് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാരുടെ ദുഃഖമൊക്കെ മനസ്സിലായതെന്നറിയോ? അവർ ദുഃഖം അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ യതീമിനെ കുറിച്ച് ഇത്രയേറെ പ്രവാചക തിരുമേനി പറഞ്ഞു തന്നത്? എന്തുകൊണ്ടാ? പ്രവാചകരെ, എന്റെ മനസ്സ് വല്ലാതെ ഇങ്ങനെ വരണ്ടു പോകുന്നുണ്ട്, എന്താണ് പരിഹാരം എന്ന് ചോദിച്ച ഒരു സുഹൃത്തിനോട് നബി പറഞ്ഞത് എന്താണെന്നറിയോ? എടാ, ബാപ്പ ഇല്ലാത്തൊരു കുട്ടിയെ പോയിട്ടൊന്ന് ഉമ്മ കൊടുത്തു നോക്ക്, ആ കുട്ടിയെ പോയിട്ട് ഒന്ന് തലോടി നോക്ക് നീ, അപ്പൊ നിനക്ക് മനസ്സിലാവും. സ്നേഹം കിട്ടാത്തവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കടോ എന്നാണ് ആ പറഞ്ഞത്. കിട്ടാത്തവർക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്ക്, അവർക്കതൊരു നിധിയായിരിക്കും. ആ കുട്ടിയെ നീ ഇങ്ങനെ തലോടുന്ന സമയത്ത് അവന്റെ കണ്ണിലുണ്ടാകുന്ന ഒരു വെളിച്ചമുണ്ട്. എടോ, അതിന്റെ പേരാണ് സ്നേഹം. അതാണ് പറഞ്ഞു കൊടുത്തത്. അത് കിട്ടാത്തവർക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന്. എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ വെച്ചിട്ട് മരണപ്പെട്ട് അവന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു ചെറിയ മോനുണ്ട് ഇങ്ങനെ വലിയ കുപ്പായിട്ടിട്ട് നടക്കുന്നത്. അപ്പോ അത് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ മരിച്ച അവന്റെ മോനാണ്. ബാപ്പയുടെ കുപ്പായിട്ടിട്ടാണ് നടക്കുന്നത്. കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അവൻ ആ കുപ്പായിട്ടിട്ടാണ് നടക്കുന്നത്. വാപ്പയുടെ ചൂടും ചൂരുമുള്ള കുപ്പായം. കാരണം ഇനി അങ്ങനെ ഒരു വാപ്പ ഇങ്ങോട്ട് കയറി വരാനില്ല, അവൻ ആ കുപ്പായം മാത്രമേ ഉള്ളൂ. അതാണ് നബി പറഞ്ഞത്. ഈ അനാഥയുടെ സങ്കടം ഇത്രയും വലിയ സങ്കടമാണ് എന്ന് തിരുനബിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? റസൂൽ ഒരു അനാഥയായിരുന്നു, അതുകൊണ്ടാണത്. വിധവയായ സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്ന ആള് യുദ്ധത്തിൽ പോരാടുന്നവനെ പോലെയാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. വിധവയുടെ സങ്കടം അത്രയും വലിയ സങ്കടമൊക്കെയാണ് എന്ന് നബിക്ക് എങ്ങനെയാ മനസ്സിലായത്? അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് മനസ്സിലായതല്ല, നബി ഒരു വിധവയുടെ കുട്ടിയായത് കൊണ്ട് മനസ്സിലായതാണ്. ബാപ്പയുടെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് ഈ മോനെയും കൊണ്ട് പോയതായിരുന്നു ഉമ്മ മദീനയിലേക്ക്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് മരുഭൂമിയിൽ വെച്ച് 22 വയസ്സ് മാത്രം പ്രായമുള്ള ആമിന എന്ന ഉമ്മ ആ 8 വയസ്സുള്ള കുഞ്ഞിന്റെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത്. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ മരുഭൂമിയും വടക്കൻ കാറ്റും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന് ഭാവനാശാലിയായ ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ ഈ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയുണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയ കൂട്ടുണ്ടല്ലോ,
നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ തെരഞ്ഞത് എവിടെയാണെന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവനുമാണ്. അങ്ങനെ ഇങ്ങനെ തെരയുന്ന മനുഷ്യരെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യരെ ഇങ്ങനെ അകറ്റണോ, അതല്ല മനുഷ്യനെ ഇങ്ങനെ സ്വീകരിക്കണോ? ജാതിയും മതമൊക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യന്റെ സങ്കടങ്ങളെ അത്രയും പ്രധാനമാണ്. നമ്മളൊരു ചെറിയ വിറകിന്റെ കൊള്ളിയൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് ഒരുപാട് വിറകുകളുള്ള ഒരു സ്ഥലത്തേക്ക് ആ കൊള്ളി വലിച്ചെറിഞ്ഞാൽ ആ വിറകിന്റെ കൂട്ടം മുഴുവനും കത്തും അല്ലേ? നമ്മൾ ആദ്യം കത്തിക്കാൻ ഉപയോഗിച്ച കമ്പോ അതെപ്പോഴോ കത്തിത്തീർന്നിട്ടുണ്ടാവും. കത്തിക്കാൻ ഉപയോഗിച്ച കമ്പ് കത്തിത്തീർന്നാലും തീ ഇങ്ങനെ ആളിപ്പടരുന്നത് പോലെയാണ് ചില മനുഷ്യര്. അവര് തീർന്നു പോകും. ചെറിയൊരായുസ് കൊണ്ടൊക്കെ അവർ അസ്തമിച്ചു പോകും. പക്ഷെ അവരിങ്ങനെ കൊളുത്തി വെച്ചിട്ടുള്ള ചില വെളിച്ചങ്ങളുണ്ട്. അതിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി തുടർന്നു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പുഴ പോലെ ചില മനുഷ്യര്. ലോകത്തെ ഈ വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് പറഞ്ഞു തന്നിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ഉപമയാണ്, ഉദാഹരണമാണ് പുഴ. എന്താണ് ഒരാളിങ്ങനെ ഒരു പുഴയാവുക എന്ന് പറഞ്ഞാല്? പുഴ പോലെയാവുക. ഒന്നാമതായി ഇങ്ങനെ സ്തംഭിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒഴുക. നമ്മുടെ ഒഴുക്കിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന പല ഘടകങ്ങളുണ്ടാവും ജീവിതത്തിൽ. സങ്കടങ്ങളോ വേദനകളോ രോഗങ്ങളോ ദുഃഖമോ വിരഹമോ പ്രിയപ്പെട്ടവരുടെ വേർപാടോ, അങ്ങനെ ഈ ഒഴുക്കിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന പലതും ഉണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ ഒന്നും സ്തംഭിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രവീന്ദ്രനാഥ ടാഗോർ ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം ദൈവത്തെ എന്റെ രക്ഷിതാവേ എന്നാണ് വിളിക്കുക. ദൈവമേ എന്നല്ല വിളിക്കുക, രക്ഷിതാവേ. പടച്ചോനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല വാക്കാണത്, രക്ഷിതാവ്. ഒരു വിമാനം ഇങ്ങനെ പോകുന്ന സമയത്തെ എയർ പോക്കറ്റിലൊക്കെ പെട്ടിട്ട് ഈ വിമാനം ഇങ്ങനെ ഇളകാൻ തുടങ്ങി. വല്ലാതെ ഇളകുമ്പോ ആ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളും ഇങ്ങനെ പേടിച്ചു വിറക്കുന്നുണ്ട്. ആ വിമാനത്തിൽ ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മ വല്ലാതെ പേടിച്ചു. അവരിങ്ങനെ പേടിച്ചു ആകെ ബേജാറാകുമ്പോഴാണ് അവരിയ്ക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഒരു മോനിരിക്കുന്നുണ്ട്. ആ മോനെ യാതൊരു പേടിയുമില്ല. വിമാനം അങ്ങനെയൊക്കെ ഇളകിയിട്ടും അവന് പേടിയില്ല. അവനെന്തോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചിത്രം വരയ്ക്കുന്നത് തടസ്സപ്പെടുന്നതിലുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ, അതല്ലാതെ വിമാനം ഇളകുന്നതിൽ അവന് പേടിയൊന്നുമില്ല. അപ്പൊ ഈ അമ്മൂമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് പേടിയില്ലേ? ഇല്ല. ഈ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളും ഇങ്ങനെ പേടിച്ചു വിറക്കുന്നുണ്ട്, എന്നിട്ട് നിനക്കെന്താണ് പേടിയില്ലാത്തത്? അപ്പൊ അവൻ പറഞ്ഞു, അമ്മൂമ്മ എനിക്ക് പേടിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ വിമാനം ഓടിക്കണതേ എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ നല്ലൊരു പൈലറ്റാണ്. വിമാനം എവിടെ പോയിട്ടും വീഴൂല എന്നാണ് അവൻ പറഞ്ഞത്. ഇതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പടച്ചോനെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടത്. ഇതാണ് രക്ഷിതാവ്. വിമാനമാണ് ആ ജീവിതം. ഇളകൊക്കെ ചെയ്യും, പക്ഷെ നിയന്ത്രിക്കണത് നമ്മളൊന്നുമല്ല. ജഗന്നിയന്താവായ ഒരു പടച്ചവനാണ്. അവന്റെ നിയന്ത്രണത്തിലാണ്. അവനറിയാം ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന്. അതാണ് രക്ഷിതാവ്. അതാണ് ടാഗോർ വിളിക്കുന്നത്, എന്റെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: എനിക്ക് സങ്കടങ്ങളൊക്കെ വേണമെങ്കിൽ തന്നോളൂ, പക്ഷെ എനിക്ക് നിന്നോട് ആകെ ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ, എന്റെ മനസ്സിൽ പേടി ഉണ്ടാവരുത്. എനിക്ക് സങ്കടങ്ങൾ വേണമെങ്കിൽ തന്നോളൂ, അത് നിന്റെ തീരുമാനമാണ്. പക്ഷെ എനിക്ക് നിന്നോട് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, ഏത് സങ്കടങ്ങളുടെ മുന്നിലും പേടിക്കാത്ത ഒരു മനസ്സ് നീ എനിക്ക് തരണേ. 1902 വിവാഹം. 1903 കുട്ടിയുണ്ടായി.
1903 അവസാനിച്ചപ്പോഴേക്ക് കുട്ടി മരിച്ചു. 1905 അച്ഛൻ മരിച്ചു. 1915 പ്രിയപ്പെട്ടവൾ മൃണാളിനി ദേവി മരിച്ചു. 1922 24 26 27 ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഒക്കെ മരിച്ചു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യന്റെ പേരാണ് രവീന്ദ്രനാഥ ടാഗോർ. എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥന എന്താണ്? സങ്കടങ്ങൾ വേണമെങ്കിൽ ഇനിയും തന്നോളൂ, അത് നിന്റെ തീരുമാനമാണ്. പക്ഷെ എനിക്ക് ആകെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടാവില്ലേ? ഈ പേടിയില്ലാത്തൊരു ജീവിതം ഉണ്ടല്ലോ, അതാണ് ഈ സ്തംഭിക്കാത്ത ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റിൽനെസ് അല്ല, സ്തംഭനല്ല, ഒഴുകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒഴുകുന്നുണ്ടോ? ശ്രീബുദ്ധന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറയുന്നുണ്ട്, ഗുരു, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളാ, വിഷമങ്ങളാ, എങ്ങനെ നോക്കിയാലും വിഷമങ്ങളാണുള്ളത്. അതുകൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണില്ല, ഒഴുകണില്ല. എന്തെങ്കിലും അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ശ്രീബുദ്ധൻ പരിഹാരം എന്താണ് എന്നിങ്ങനെ ആലോചിച്ചിട്ട് വീടിനകത്തേക്ക് പോയിട്ട് ഒരു ചെറിയ പൊതിയായിട്ട് വന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം അതിങ്ങനെ തുറന്നു നോക്കി, വല്ല മരുന്നുമാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മരുന്നൊന്നുമല്ല, ഉപ്പാണ്, നല്ല കല്ലുപ്പാണ്. എന്നിട്ട് അയാളുടെ കയ്യിലേക്ക് ബുദ്ധന് ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളത്തില് ആ ഉപ്പ് കലക്കാൻ പറഞ്ഞു. അയാൾ കലക്കിയതിനു ശേഷം അത് കുടിക്കാൻ പറഞ്ഞു. അയാൾക്ക് കുടിക്കാൻ കഴിയണില്ല, അത്രയും അത് കയ്പുണ്ട്. ആ ബുദ്ധ പറഞ്ഞു, നിങ്ങളത് കുടിക്കണ്ട, അവിടെ വെച്ചോളൂ. എന്നിട്ട് അയാളെ ഇങ്ങനെ തോളിൽ പിടിച്ചിട്ട് ബുദ്ധ കൊണ്ടുപോയത് ഒരു ചെറിയ അരുവിയുടെ അടുത്തേക്കാണ്. നല്ല തെളിഞ്ഞ ഒരു അരുവിയാണ്. ആ അരുവിയുടെ അടുത്തെത്തിയപ്പോ ബുദ്ധ അയാളുടെ കയ്യിലേക്ക് വീണ്ടും ഒരു പൊതി കൊടുത്ത്. അയാൾ തുറന്നു നോക്കിയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഉപ്പാണ്. അപ്പൊ ബുദ്ധ അയാളോട് പറഞ്ഞു, ആ ഉപ്പ് ഈ അരുവിയിൽ ഒന്ന് കലക്കൂ. അയാൾ അരുവിയിൽ കലക്കി, അത് കുടിക്കാൻ പറഞ്ഞു. അയാൾ കുടിച്ചു. പിന്നെയും കുടിച്ചു. ദാഹം തീരുന്നത് വരെ അയാൾ കുടിച്ചു. അപ്പൊ ബുദ്ധ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സങ്കടങ്ങൾ കുറെ ഉണ്ട് എന്നല്ലേ എന്നോട് പറഞ്ഞത്? ഈ സങ്കടങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയോ? നേരത്തെ തന്ന ഉപ്പ് പോലെയാണ്. ഞാൻ നേരത്തെ തന്ന അതേ അളവ് ഉപ്പാണ് ഇപ്പോഴും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരു കല്ലുപോലും അധികമില്ല. പക്ഷെ അളവ് വർദ്ധിച്ചത് എന്തിൻ്റെതാണെന്നറിയോ? വെള്ളത്തിൻ്റെതാണ്. അതുകൊണ്ട് ഈ സങ്കടങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റൂല, മറക്കാനും പറ്റൂല. അതൊക്കെ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. പക്ഷെ നമുക്കിങ്ങനെ വലുപ്പം കൂട്ടാൻ പറ്റുന്നത് എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിൻ്റെത് മാത്രമാണ്. അതുകൊണ്ട് ഈ പേടിയില്ലാത്ത ഒരു മനസ്സാണ് ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാന്ത്വനം. നിർഭയമായ ഒരവസ്ഥയാണത്. ശരിക്കും പഠിച്ചവനെ കുറിച്ചുള്ള ഒരാളുടെ ബോധ്യം കൊണ്ടൊക്കെ ഒരാൾ അനുഭവിക്കേണ്ടത് അതാണ്. എന്താണ് ദൈവം? എന്താണ് പഠിച്ചവൻ? എന്താണ് ഈശ്വരൻ? ഒരാൾ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ പേരാണ്. അപ്പൊ ഒരാളിങ്ങനെ പുഴ പോലെ ആവുക എന്ന് പറഞ്ഞാൽ അയാളുടെ മുന്നിലുള്ള സങ്കടങ്ങളുടെ മുന്നിൽ അയാൾ സ്തംഭിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പുഴ എല്ലാത്തിനെയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിനെയും പുറന്തള്ളുന്നില്ല, എന്തിനേയും സ്വീകരിക്കുന്നു. നമ്മൾ ഈ ഗംഗയുടെ മുന്നിലൊക്കെ ചെന്ന് നിന്നാലേ ഗംഗയിലൂടെ പൂക്കളൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് കാണാം. ആളുകൾ അവിടേക്ക് പൂക്കൾ എറിയുന്നുണ്ട്. ആ എറിഞ്ഞ പൂക്കളെയും കൊണ്ട് ഗംഗ ഇങ്ങനെ ഒഴുകും. ചില ആളുകൾ ഇങ്ങനെ ചിരാതുകളാണ് എറിയുക, ആ ചിരാതുകളെയും കൊണ്ട് ഗംഗ അങ്ങനെ ഒഴുകും. വേറെ കുറെ ആളുകൾ ഇങ്ങനെ പാതിവന്ത ശരീരഭാഗങ്ങളെയാണ് ആ ഗംഗയിലേക്ക് എറിയുക. ആ പാതിവന്ത ശരീരഭാഗങ്ങളുമായിട്ട് ഗംഗ അങ്ങനെ ഒഴുകുന്നത് കാണാം. എന്തിനേയും സ്വീകരിക്കുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. മറ്റു മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ അവസ്ഥകളെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ മനസ്സിന്റെ അവസ്ഥകളെയും ഭാവമാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അത് ചെറിയ കാര്യമല്ല. വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞിട്ട് ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ വീട്ടിലേക്ക് തിരിച്ചു വരിക. വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങി. ആ സ്ഥലത്തിന്റെ പേര് സാൻ ഫ്രാൻസിസ്കോ എന്നാണ്. അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അമ്മയാണ് ഫോൺ എടുത്തത്. അമ്മയോട് പറഞ്ഞു, അമ്മ, എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്. അവൻ യുദ്ധത്തിൽപ്പെട്ടിട്ട് അവന്റെ വലത് കൈയും ഇടത് കാലും മുറിഞ്ഞുപോയി. ഞാൻ അവനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നോട്ടെ?
അവൻ അച്ഛനും അമ്മയും ഇല്ല, അവൻ ആരുമില്ല. അതുകൊണ്ട് അവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്നാ ചോദിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞു, അത് വേണ്ട മോനെ, അത് നമുക്ക് വലിയ ബാധ്യതയാവും, നീ ഇങ്ങോട്ട് വരൂ, അമ്മയ്ക്ക് മോനെ കാണാൻ അത്രയും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മോനെ അമ്മയോട് പറഞ്ഞു, എന്നാല് അമ്മ ഫോൺ അച്ഛനൊന്ന് കൊടുക്കുവോ? ഫോൺ അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛനോട് ഇതേ കാര്യം പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അത് വേണ്ട മോനെ, നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ എന്തായാലും വേണ്ട, നമുക്ക് വേണമെങ്കിൽ വല്ല അനാഥാലയത്തിലും അവനെ പാർപ്പിക്കാം, അതല്ലെങ്കിൽ വല്ല ആശുപത്രിയിൽ ചികിത്സിപ്പിക്കുകയൊക്കെ ചെയ്യാം, അല്ല നമ്മുടെ വീട്ടിൽ എന്തായാലും വേണ്ട മോനെ, മോനിങ്ങോട്ട് വരൂ. മോൻ വന്നില്ല. പിറ്റേ ദിവസം രാവിലെ സാൻ ഫ്രാൻസിസ്കോയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വീട്ടിലേക്കൊരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ മകൻ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവന്റെ മൃതദേഹമുണ്ട് മോർച്ചറിയിൽ, നിങ്ങൾക്ക് വന്നാൽ കൊണ്ടുപോകാം. ആ അച്ഛനും അമ്മയും ഓടിക്കിതച്ചു വന്നു. മോർച്ചറിയിൽ നിന്ന് ആ മകന്റെ മുഖം കണ്ട് അവര് അലറിക്കരഞ്ഞു. അവരൊന്നുകൂടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. വലത് കൈയുണ്ടായിരുന്നില്ല, ഇടത് കാലുണ്ടായിരുന്നില്ല. അവനവന്റെ ചങ്ങാതിയുടെ കാര്യം പറഞ്ഞതല്ല, അവന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ അവന് മനസ്സിലായി, അവനെ സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷമല്ല ആ വീട്ടിലുള്ളത്. കാരണം മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? ജപ്പാനിലൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് മിൽസുഷി എന്നാണ്. അദ്ദേഹം ഈ ബുദ്ധമതത്തിന്റെ പുരോഹിതനാണ്, ബുദ്ധിസ്റ്റ് പുരോഹിതനാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? ബുദ്ധമത ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ആയിട്ടുള്ള അവർ പരിഗണിക്കുന്ന വളരെ ആദരവോടുകൂടി കാണുന്ന ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ ഗ്രന്ഥങ്ങളൊക്കെ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം. ജപ്പാനിലെ മുഴുവൻ മനുഷ്യർക്കും അത് വായിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് ഓരോ നാണയങ്ങൾ ശേഖരിച്ചു. നാണയങ്ങൾ ശേഖരിച്ചിട്ട് 10,000 നാണയങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ആ പുസ്തകം ഇറക്കാൻ അദ്ദേഹം തീരുമാനിച്ച് അത് എഴുതുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം തയ്യാറാക്കി. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. ഒരുപാട് ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ മനുഷ്യരെ സഹായിക്കാൻ ഇറങ്ങി. ഇദ്ദേഹം ഈ 10,000 പണം ഉണ്ടല്ലോ, ഈ 10,000 പണം മനുഷ്യർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ആ പുസ്തകം ഇറക്കിയില്ല. ഒരു കൊല്ലം കഴിഞ്ഞു. അടുത്ത കൊല്ലവും അദ്ദേഹം ഇതേ ജോലി തന്നെ നടത്തി. ഓരോ വീടുകളിലും കയറിയിട്ട് നാണയങ്ങൾ ശേഖരിച്ച് 10,000 നാണയം ശേഖരിച്ചു. അങ്ങനെ പുസ്തകമൊക്കെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്താണ് ജപ്പാനിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പണം ഉണ്ടല്ലോ, ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റിയിലേക്ക് കൊടുത്തു. പക്ഷെ 3-ാമത്തെ കൊല്ലവും ഇതേപോലെ അദ്ദേഹം ഇറങ്ങി. അതേപോലെ തന്നെ 10,000 നാണയങ്ങൾ പിന്നെയും ശേഖരിച്ചു. പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം തയ്യാറാക്കി. പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ ആമുഖത്തില് അദ്ദേഹം ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതിയതെന്നറിയോ? ഇത് ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ പതിപ്പാണ്. 1-ാമത്തെ പതിപ്പും 2-ാമത്തെ പതിപ്പും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പുസ്തകങ്ങളായിട്ടല്ല ഇറങ്ങിയിട്ടുള്ളത്, സ്നേഹമുള്ള കർമ്മങ്ങളായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് പുസ്തകത്തിന്റെ 3-ാമത്തേതും അക്ഷരരൂപത്തിലുള്ളതുമായ പതിപ്പാണ് എന്നാണ് എഴുതിയത്. എന്താണ് വേദം എന്ന് പറഞ്ഞാല്? എന്താണ് മതം എന്ന് പറഞ്ഞാല്? ഇത്രയേ ഉള്ളൂ. മനുഷ്യനെ ഇങ്ങനെ കനിവോടുകൂടി അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ്. അഹമ്മദ് അഷ്ഫാഖ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇറാഖില്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ ചെരുപ്പ് കുത്തിയായിരുന്നു കേട്ടോ. കിട്ടിയ ചെറിയ ചെറിയ പണം കൊണ്ട് ഇങ്ങനെ ശേഖരിച്ച് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം ഹജ്ജിന് പോകുക എന്നുള്ളതാണ്. എത്രയോ കാലങ്ങൾ എടുത്തു ഹജ്ജിന് പോവാനുള്ള പണം ശേഖരിക്കാൻ. കാരണം ചെരുപ്പ് കുത്തി കിട്ടുന്ന പണം വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് ബാക്കി വരുന്നതാണ് ശേഖരിക്കുന്നത്. അങ്ങനെ ഹജ്ജിന് പോകാനുള്ള പണമായി. ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഏകദേശം ഹജ്ജിനുള്ള യാത്ര ആരംഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്താണ്
ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തിന്റെ ചെറിയ മോനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. കാര്യം ചോദിച്ചപ്പോ കുട്ടി പറയാണ്, വാപ്പ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകള് ആടിന്റെ മാംസം കഴിക്കുന്നുണ്ട്, ഞാൻ അവരോടൊരു കഷ്ണാണ് ചോദിച്ചത്, പക്ഷെ എന്നിട്ട് അവരെനിക്ക് തന്നില്ല. ഇത് പറഞ്ഞിട്ടാണ് കുട്ടി കരയുന്നത്. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ഒരു ചെറിയ കഷ്ണം കൊടുത്താൽ തന്നെ കുട്ടിയുടെ കരച്ചിൽ മാറുമല്ലോ. വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ പണമൊന്നുമില്ല. അദ്ദേഹം ചെയ്തത് ആ കുട്ടിയെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് പോയിട്ട് ആ ഉമ്മയോട് ഇങ്ങനെ പറയാണ്, നിങ്ങളൊരു ചെറിയ കഷ്ണം ഇറച്ചി കൊടുക്കാൻ കഴിയോ? അവൻ വല്ലാതെ കരയുന്നുണ്ട്, എന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഇവിടെ വന്ന് ചോദിക്കുകയുണ്ടായി, കൊടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക്, അവൻ കരഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്തു. നിങ്ങൾക്കറിയോ, ഞങ്ങൾ അവനത് കൊടുക്കാതിരുന്നതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ കുട്ടിക്കും നിങ്ങൾക്കും ഈ മാംസം ഹറാമാണ്, പക്ഷെ ഞങ്ങൾക്കിത് ഹലാലാണ്. അതെന്തേ? അപ്പൊ അവര് പറയാണ്, എത്രയോ ദിവസങ്ങളായിട്ട് പട്ടിണിയാണ്, വെറും വെള്ളം കുടിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പാടത്തൊരു ആട് മരിച്ചു കിടക്കുന്നത് കണ്ടത്. അതിനെ എടുത്തു കൊണ്ടുവന്നിട്ട് പാചകം ചെയ്തതാണ്, അറുത്തതല്ല, മരിച്ചുപോയതാണ്. പക്ഷെ ഞങ്ങൾക്കിത് ഹലാലാണ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് ഹറാമാണ്, അതുകൊണ്ട് കൊടുക്കാതിരുന്നതാണ്. ഇത് കേട്ടപാടെ ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, അഹമ്മദ് അഷ്ഫാഖ്, അദ്ദേഹം ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. നേരെ വീട്ടിലേക്കാണ് പോയത്. ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ച പണം മുഴുവൻ എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് ഈ ഉമ്മാന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഉമ്മ പറയാണ്, അത് വേണ്ട, നിങ്ങൾ എത്രയോ കാലമായി സ്വപ്നം കണ്ടൊരു കാര്യമാണ് ഹജ്ജ്, അത് നടക്കട്ടെ എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് ഹജ്ജ്? ഞാൻ ഹജ്ജിനൊന്നും പോകുന്നില്ല. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് മനുഷ്യന്മാര് പട്ടിണി കിടക്കുമ്പോഴേ ഞാൻ മക്കയിലേക്ക് ഓടുന്നതാകൂല എന്റെ പടച്ചവന് ഇഷ്ടം. ഇതാണ് എന്റെ ഹജ്ജ്, ഈ കുടിലാണ് എന്റെ കഅബ എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ മിനായിലെ പട്ടിണി കൂരകൾ കണ്ടപ്പോഴേ ഇവരുടെ ഒന്നും വിശപ്പ് മാറാതെ എന്റെ ഹജ്ജ് എന്റെ പടച്ചവൻ സ്വീകരിക്കുമോ എന്ന് പേടിച്ചു കരഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേര് ഖലീഫ ഉമർ എന്നായിരുന്നു. ഇതൊരു മനോഭാവമാണ്. അപ്പൊ മനുഷ്യർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് മനുഷ്യനോട് ഇങ്ങനെ കനിവോടെ വർത്തിക്കാനും കഴിയുന്ന ഒരനുഭവമാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച മനുഷ്യരാണ് എല്ലാവരും. അവർക്ക് സംഭവിച്ച ആ നഷ്ടങ്ങള് അവർ തിരയുന്നത്, അന്വേഷിക്കുന്നത്, അതിന് പരിഹാരം തേടുന്നത് നമ്മളിലാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് മറ്റുള്ള മനുഷ്യരോട് പുലർത്താവുന്ന ഏറ്റവും വലിയ കരുണ. സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു മാച്ചുണ്ട്. ആ മാച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു ചെറിയ പ്രസംഗമുണ്ട്. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്. ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്. നമ്മൾ ആരായിരിക്കുന്നതിനേക്കാളും പ്രധാനമാണ് ഒന്നാമതായി കനിവും സ്നേഹവും ഒക്കെയുള്ള ഒരു മനുഷ്യനായിരിക്കുക എന്നത്.